നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് 25 ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസ് നൽകാനൊരുങ്ങി കേരള വിഷൻ. ഇതു സംബന്ധിച്ച് കേരള വിഷൻ അധികൃതരും ആശുപത്രി വികസന സമിതി അധികൃതരും ചേർന്ന് എഗ്രിമെന്റും തയ്യാറാക്കി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് കേരള വിഷൻ NH അൻവർ ട്രസ്റ്റ് വഴി നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് 1/4 കോടി രൂപ വില വരുന്ന ആംബുലൻസ് നൽകുന്നത്. ഇതു സംബന്ധിച്ച് കേരള വിഷൻ അധികൃതരും ആശുപത്രി വികസന സമിതി അധികൃതരും ചേർന്ന് എഗ്രിമെന്റും തയ്യാറാക്കി. കേരള വിഷൻ CSR ഫണ്ട് കേരള വിഷൻ്റെ ഭാരവാഹിയുടെയായിരുന്ന സ്മരണീയനായ NH അൻവർ ട്രസ്റ്റിൻ്റെ സ്മരണാർത്ഥം നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മുടെ ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ട ഒരു ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി എന്നുള്ള രീതിയിൽ നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് ഈ ഒരു ആംബുലൻസിൻ്റെ സേവനം ലഭിക്കുമ്പോൾ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ആംബുലൻസിൻ്റെ സേവനം നമുക്ക് ലഭിക്കുമ്പോൾ അത് ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് ഒരു വലിയ സഹായകരമായി വർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേരള വിഷൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് NH അൻവർ ട്രസ്റ്റ് വഴി കൊടുക്കുന്ന ഈ ആംബുലൻസ് പദ്ധതി സംസ്ഥാനത്ത് ഇതിനോടകം 3 സ്ഥലങ്ങളിൽ 3 ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ, പുതുക്കാട്, അടിമാലി, ഈ 3 ഹോസ്പിറ്റലിൽ ഇതിനോടകം അത്യാധുനിക സംവിധാനത്തോടുകൂടി 1/4 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് വിതരണം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ മലയോര മേഖലയിലേക്കുൾപ്പെടെയുള്ള രോഗികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ ഹോസ്പിറ്റലിനെയാണ്. ചെറിയ ഒരു തുക വാങ്ങിക്കൊണ്ട് മാന്യമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്താനാണ് ഇന്ന് HMC യോഗം തീരുമാനിച്ചിട്ടുള്ളത്. COA സംസ്ഥാന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലക്ക്, NH അൻവർ കാസർഗോഡ് ജില്ലക്കാരനായതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലക്കകത്ത് ഇത് അനുവദിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുക. അതിന് സമയബന്ധിതമായി NH അൻവറിൻ്റെ 10ാമത് ചരമവാർഷികം മെയ് മാസം 7-ാം തീയതിയാണ്. 10ാമത് ചരമവാർഷിക ചടങ്ങിൽ തീർച്ചയായിട്ടും ബൃഹത്തായ ഒരു ചടങ്ങ് ഈ ഹോസ്പിറ്റൽ പരിസരത്ത് സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കേബിലിറ്റി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മുൻനിര നേതാക്കളെയും മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ ചടങ്ങിൽ വെച്ച് ഈ ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ BLS ആംബുലൻസ് ഇന്ത്യൻ കേബിൾ TVക്ക് അമൂല്യ സംഭാവനകൾ നൽകിയ കാസർഗോഡ് ജില്ലക്കാരൻ കൂടിയായ NH അൻവറിന്റെ 10ാം ചരമവാർഷിക ദിനത്തിൽ താലൂക്ക് ആശുപത്രിക്ക് സമ്മാനിക്കും. അൻവർ ട്രസ്റ്റ് വഴി കേരള വിഷൻ നൽകുന്ന ഈ ആംബുലൻസിന് നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ഏറെ സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ്. കാരണം NH അൻവറിൻ്റെ സ്വന്തം ജില്ലയായ കാസർഗോഡിന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കൂടി ലഭിക്കുന്ന ഈ ഒരു ആനുകൂല്യത്തിന് അർഹത ലഭിച്ചു എന്നത് തന്നെ തീർച്ചയായിട്ടും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അൻവറിൻ്റെ 10ാം ചരമവാർഷികമാണ് ഈ മെയ് 7-ന്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് നൽകാനുള്ള ഒരു അനുമതി ഇതുമായി ബന്ധപ്പെട്ട ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും, അതായത് ഹോസ്പിറ്റലിൻ്റേതായാലും നീലേശ്വരം നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും അനുമതി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. കേരള വിഷൻ്റെ NH അൻവർ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിന് ഒരു BLS ആംബുലൻസ് തരുന്ന ഒരു പദ്ധതി എൻ്റെ ഭാഗമാവാൻ പറ്റുന്നത് ആക്ച്വലി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കമ്പനിയുടെ CSR ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് തരുന്നത് തീർച്ചയായിട്ടും ഭയങ്കര അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സേവനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിലേക്കൂടെ നമ്മുടെ പബ്ലിക്കിനുള്ള ഫെസിലിറ്റിയും പബ്ലിക്കിന് കിട്ടേണ്ട എല്ലാ സേവനവും കൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പം ഡെഫിനറ്റ്ലി അതിൽ കേരള വിഷൻ അതിൽ ഒരു പ്രധാന പങ്കാളിയായിട്ട് മാറാൻ പോകുന്നത് വളരെയധികം നല്ലതാണ് ഹോസ്പിറ്റലിലും ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട്. അപ്പം ഇന്നൊരു നല്ലൊരു ദിവസമാണ് ഹോസ്പിറ്റലിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നീലേശ്വരം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP സതീശൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK ചന്ദ്രമതി, ആശുപത്രി സൂപ്രണ്ട് സ്വരൂപി നായർ, ഡോക്ടർ V സുരേശൻ, നഗരസഭാ കൗൺസിലർമാരായ AV സുരേന്ദ്രൻ, E അനീഷ്, കേരള വിഷൻ ഡയറക്ടർ M ലോഹിതാക്ഷൻ, NH അൻവർ ട്രസ്റ്റ് മെമ്പർ ഷുക്കൂർ കോളിക്കര, കമ്പനി സെക്രട്ടറി KS ഷിനു, കേരള വിഷൻ PRO S ഷിജു,
ആശുപത്രി ക്ലർക്ക് KP രഞ്ജിത്ത്, വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.